ദിലീപ് പ്രതിയായതിൻ്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്താണ്. സംഭവം നടന്ന് 5 മാസത്തിന് ശേഷം പൾസർ സുനി ഒരു കത്ത് ജയിലധികൃതർ എഴുതിയപ്പോൾ ആ കത്ത് ജയിൽ അധികൃതർക്ക് കൊടുക്കുന്നു. ജയിൽ അധികൃതർ അതുപ്രകാരം ഇയാളെ പ്രതിയാക്കുന്നു. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ 138-ാം വകുപ്പ് ചെക്ക് കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിപിൻ ദാസ് എന്ന പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയോട് ഈ ജയിൽ അധികൃതർ പറയുകയാണ് പൾസർ സുനിക്ക് ഒരു കത്തെഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. പൾസർ സുനിക്ക് കത്തെഴുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപ്രകാരം വിപിൻ ദാസ് ഒരു കത്തെഴുതി കൊടുക്കുന്നു പൾസർ സുനിക്ക് എന്നാണ് പറയുന്നത്. ആ കത്ത് ജയിലധികൃതർ കൊണ്ടുപോയി ഇയാളെ പ്രതിയാക്കുന്ന അടിസ്ഥാന രേഖ അതാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ പൾസർ സുനിക്ക് എന്താ എഴുത്തും പോകാൻ അറിയില്ലേ? ഇനി അതല്ല, ഈ വിപിൻ ദാസോട് പറയണമെങ്കിൽ ജയിലധികൃതർ റെക്കമെൻഡേഷൻ വേണോ? പൾസർ സുനിക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ? ഈ ജയിലധികൃതർ അവിടെ വന്നതിൻ്റെ ആ റെക്കമെൻഡിൻ്റെ ഉദ്ദേശം എന്താ? പൾസർ സുനി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. പക്ഷേ പൾസർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തെഴുതുന്നേ. ഇനി ഒന്നുകൂടി, പൾസർ സുനി പ്രതികടാണല്ലോ, പ്രതിയായ അയാൾക്കറിയാലോ ഇതൊന്ന് കത്തെഴുതി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ജയിലിൽ നിന്ന് ഒരു കത്തെഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ ജയിൽ അധികൃതർ വായിച്ചു നോക്കാണ്ട് പോവില്ല. അത് പൾസർ സുനിക്ക് അറിയാം. അങ്ങനെയുള്ള കത്ത് ഇതിൽ രഹസ്യങ്ങൾ ഒരിക്കൽ പോലും ഒരു പ്രതി എഴുതൂല സാധാരണയായിട്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ പ്രതിക്കറിയാം എന്നെ കൊടുക്കുന്ന കത്താണിതെന്ന് അവർക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ, ദിലീപിനെ പ്രതിയാക്കണം എന്ന ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പൾസർ സുനി അങ്ങനെ എഴുതുമോ? ദിലീപിൻ്റെ വാദമെന്ന് വെച്ചാൽ മുമ്പേ തന്നെ അയാളുടെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഐജിക്ക്. ആ കത്തിൽ പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാദമുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ ഗൂഢാലോചനയെ പറ്റി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജയിലിലെ റൂൾ പ്രകാരം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഫോൺ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്ക് ദിലീപിനെ ഫോൺ ചെയ്താൽ പോരെ? കുറച്ചും കൂടി സേഫ് അതല്ലേ? അതുകൂടാതെ ഒരു കത്ത് എഴുതേണ്ട ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അതുകൊണ്ട് പൾസർ സുനി സ്വന്തം ജീവിതം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇങ്ങനൊരു കത്ത് എഴുതണമെങ്കിൽ അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കും. അതും ജയിൽ ഉദ്യോഗസ്ഥന് സാന്നിധ്യത്തിലായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ കാരണം വെച്ചാൽ ബിബിനോട് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥനല്ലേ, അപ്പോൾ അദ്ദേഹം പ്രസൻസോടെ ഉണ്ടാവണമല്ലോ. ആ കണ്ടീഷൻ പറയുമ്പോൾ ആ അവസ്ഥയാണ് നോക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെ നോക്കിയാൽ ദിലീപിൻ്റെ വാദങ്ങൾക്കായിരിക്കും സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുക.